കമലേഷ്, നമുക്ക് ആദ്യം ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റം, അദാനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എം.പി. ഗോവിന്ദൻ മാസ്റ്റർ മുമ്പോട്ട് വെച്ചത്? അജിംസാദ്, ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും എം.പി. ഗോവിന്ദൻ മാസ്റ്റർ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറി എന്ന വലിയ വിമർശനം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചകൾ നടന്നിരിക്കാം, പക്ഷേ 25% കൂടുതൽ ഓഹരി എങ്ങനെയാണ് വിൽക്കാൻ കഴിയുക എന്ന വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത്തരം നീക്കങ്ങളിലേക്ക് പോകാൻ കഴിയുക എന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷമാണ് ഇതിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഒപ്പുവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്രയാണ്. അതിൽ എന്തിനാണ് അങ്ങോട്ട് പോയത്, ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്, എന്തൊക്കെ വിഷയങ്ങളാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനിയും വിശദീകരിക്കാൻ, പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാട് എന്താണ് എന്നുള്ളതാണ് വി.ഡി. സതീശനിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന വിമർശനം തന്നെയാണ് ഏറ്റവും പ്രധാനമായും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ദേശാഭിമാനിയിൽ വന്ന ഒരു ലേഖനത്തെ ചാരിയാണ് നിലവിൽ ഈ വിഷയത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത്. ആദ്യം ദേശാഭിമാനി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ്. ജൂൺ 1 എക്കണോമിക് ടൈംസ് ആണ് ഈ വാർത്ത, അതായത് ഈ 49% ഓഹരിയും വിൽക്കാൻ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന വാർത്ത നൽകുന്നത് ആദ്യം ജൂൺ 1 എക്കണോമിക് ടൈംസ് ആണ്. പിന്നീട് ജൂൺ 3 മാതൃഭൂമി ദിനപത്രവും ഉൾപേജുകളിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ദേശാഭിമാനി ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അത് നൽകിയത് തെറ്റാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചില തെറ്റുകൾ മാധ്യമങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഒരു തെറ്റ് ദേശാഭിമാനിക്കും പറ്റിയിട്ടുള്ളത്. അത് തിരുത്താൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. പിന്നീട് അത് മാത്രമല്ല, കാതലായ ഒരു ചോദ്യം മുമ്പോട്ട് വെക്കുന്നു. അതായത് ഈ ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി അദാനിക്ക് വേണ്ടി നീക്കം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, വി.ഡി. സതീശന്റെ അറിവോടുകൂടിയാണ്. ഇതിൽ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി മറുപടി പറയണം. ഈ കാര്യം കൂടി മുമ്പോട്ട് വെക്കുന്നു CPIM, അല്ലേ? തീർച്ചയായും അജിംഷാദ്, ആ നിലയിൽ കൂടിയാണ്. അതായത് ഈ അദാനിയുമായി ഉള്ള ചില ബന്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവിടെ അതായത് LDFനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ, BJP ഡീൽ ഉൾപ്പെടെ പറയുന്ന ഘട്ടത്തിൽ, ഈ നിലവിൽ നടക്കുന്ന ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള നിലപാട് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം. കാരണം അദ്ദേഹം പറഞ്ഞു അത്, കാരണം ദേശീയ തലത്തിൽ അദാനി മോദി കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് ഒക്കെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ആ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അതേ രാഹുൽ ഗാന്ധിയുടെ നേതാവായുള്ള പാർട്ടിയുടെ കേരളത്തിൽ ഭരിക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അദാനിക്ക് വേണ്ടി ഓഹരി കൈമാറ്റത്തിന് കൂട്ടുനിൽക്കുന്നു, അദാനിക്ക് വേണ്ടി അദാനിയുടെ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നു. ഇതാണ് പ്രധാനമായും ഗോവിന്ദൻ മാസ്റ്റർ മുമ്പോട്ട് വെച്ചത്. അതിനാണ് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത്. KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനം എന്ന തരത്തിലേക്ക് സംശയം ഉന്നയിച്ചത് വി.ഡി. സതീശനെതിരെയാണ്, അദാനിക്കെതിരെയുള്ളതിനേക്കാൾ കൂടുതൽ. മാത്രമല്ല, വി.ഡി. സതീശൻ്റെ മംഗലാപുരം യാത്ര ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇതൊക്കെ ബന്ധിപ്പിക്കാവുന്ന ദുരൂഹതകളാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ മുമ്പോട്ട് വെക്കുന്നു. തീർച്ചയായും ആ നിലയിലുള്ള വിമർശനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പല വേദികളിൽ ഈ വിഷയം CPIM ആവർത്തിച്ച് ഉന്നയിച്ചിട്ട് പോലും ഇതിലൊരു വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകാൻ, അല്ലെങ്കിൽ ജനങ്ങളോട് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്ന വിമർശനം കൂടിയാണ് ഇന്ന് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം അജിംഷാദ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ അദാനി മോദി സഖ്യത്തെക്കുറിച്ച് വലിയ വിമർശനം ഉന്നയിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷെ കേരളത്തിൽ എത്തുമ്പോൾ അത് എന്തുകൊണ്ട് ആ നിലയിൽ അത് പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ വിഷയം ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു നിലപാട് പറയുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള മംഗലാപുരം യാത്രയെക്കുറിച്ചും അവിടെ ചില അദാനിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ചർച്ച നടത്തിയതിനെ കുറിച്ചും ഒന്നും ഒരു തരത്തിലുമുള്ള ഒരു വിശദീകരണം നൽകാൻ, അല്ലെങ്കിൽ ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ അവകാശങ്ങൾ കുത്തക കമ്പനികൾക്ക് അടിയറ വെക്കുന്നതിനെ മാത്രമാണ് CPIM എതിർക്കുന്നത്. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് മുഖ്യമന്ത്രിയിലൂടെയാണ്
ജനങ്ങൾ അറിയേണ്ടത്. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണവും മുഖ്യമന്ത്രി നൽകുന്നില്ല എന്നതുകൂടിയാണ് വളരെ പ്രധാനപ്പെട്ട വിമർശനമായി ഇന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടിയുമായി, അതായത് പാർട്ടിയുമായി ഇതിനെ ബന്ധപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ, അത് ദേശാഭിമാനിയെ മുൻനിർത്തി ആ നിലയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദാനിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, ഇനി അത്തരമൊരു ബന്ധം ഉണ്ടാവുകയുമില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിലാണ് എങ്ങനെയാണ് ദേശാഭിമാനിയിൽ ഈ വാർത്ത വന്നിട്ടുള്ളത്, ഏത് ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട മാധ്യമമായ ദേശീയ മാധ്യമമായ എക്കണോമിക് ടൈംസ് ജൂൺ 1 ഇത് പ്രസിദ്ധീകരിച്ചു. ജൂൺ 3 മാതൃഭൂമി ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് ദേശാഭിമാനി ആ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ വിവരങ്ങൾ ശേഖരിക്കുകയും അതിന്റെ ഭാഗമായി വാർത്ത ഉണ്ടാക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വാർത്ത നൽകുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സംഭവിച്ച ചില പിശകുകളാണ് ഈ വാർത്ത ഇങ്ങനെ ഈ നിലയിൽ വരാൻ കാരണം എന്നുകൂടി അദ്ദേഹം. അതുപോലെ തന്നെ അത് പ്രധാനമാണ്. അത് വിശദാംശങ്ങൾ നൽകുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി, അതായത് മുഖ്യമന്ത്രി നടത്തിയ ചില പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പ്രസ്താവനകൾ, അതിനെ സംബന്ധിച്ച് പറഞ്ഞു. കാരണം ഇപ്പോൾ തന്നെ ഈ കള്ളാടിയിൽ മരിച്ചുപോയത് നമുക്ക് വേണ്ടി ജോലിയെടുക്കുന്ന സഹോദരങ്ങളാണ്. അപ്പോൾ ഈ അതിഥി തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ എന്തൊക്കെ വാക്കുകളിലൂടെയാണ് ഗോവിന്ദ മാസ്റ്റർ വിമർശിച്ചത്? ഇത് സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ആ വിഷയം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതായത് പ്രവാസികളായിട്ടുള്ള ആളുകളെ അധിക്ഷേപിക്കുന്ന തുല്യമാണ് ഈ മുഖ്യമന്ത്രിയുടെ പരാമർശം എന്നതാണ് പൊതുവെ ഉയരുന്ന ഒരു വിമർശനം. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. പ്രവാസികളുടെ അവർ സമ്പാദിക്കുന്ന പണമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ആ നിലയിൽ വലിയൊരു വിഭാഗം ആളുകളും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തും ഉൾപ്പെടെ പ്രവാസികളായി ജീവിക്കുന്ന ആളുകളാണ്. ആ ഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകളെ ആ തരത്തിൽ പരാമർശം നടത്തിയത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കലും പറയരുതാത്ത ഒരു പരാമർശമായിരുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കള്ളാടിയുമായി ബന്ധപ്പെട്ട് അതിൽ എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് UDF നേതാക്കൾ ശ്രമിച്ചത് എന്ന വിമർശനം കൂടിയുണ്ട്. മുൻ ഘട്ടങ്ങളിലെല്ലാം തന്നെ വയനാട്ടിൽ പലതരത്തിലുള്ള ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നാടൊന്നിച്ച് സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും സന്നദ്ധ സംഘടനകളും എല്ലാം എങ്ങനെയാണ് അതിന് നേരിട്ടത് എന്ന മാതൃക നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ കള്ളാടിയിൽ ഒരു വിഷയം വരുമ്പോൾ അതിന്റെ ഏറ്റവും ആദ്യം അതിന്റെ രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ ഈ പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ, മറ്റ് സഹായങ്ങൾ നൽകുന്നതിന് പകരം ഇതെല്ലാം ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന നിലയിലേക്കാണ് UDF തയ്യാറായിട്ടുള്ളത്. ആ നിലയിലുള്ള പ്രചരണങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന വലിയ വിമർശനം പൊതുസമൂഹത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സമാനമായ വിമർശനം ഇന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്ററും മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന് ഇതുവരെയും DYFI പ്രവർത്തകരൊക്കെയാണ് അവിടെ സന്നദ്ധ സംഘടനകൾക്കൊപ്പം, മീൻസ് ഈ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം ഒക്കെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത്. ദുരന്ത നിവാരണ കൂടുതൽ ശക്തിയായി പാർട്ടി പ്രവർത്തകർ അതിലേക്ക് ഇറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി, അല്ലേ? തീർച്ചയായും ആ നിലയിൽ കൂടി അദ്ദേഹം പറയുകയാണ്. നേരത്തെ തന്നെ, അത് കഴിഞ്ഞ ദിവസം തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അത്തരത്തിലുള്ള നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലെല്ലാം സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പാർട്ടി ബന്ധുക്കളും എല്ലാം തയ്യാറാകണം എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം എന്ന കാര്യം കൂടിയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനോട് ഇതിൽ പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടി അതിനാവശ്യമായ ഇടപെടലുകൾ വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. മരിച്ച ആളുകൾക്ക് അതിന്റെ മറ്റു കാര്യങ്ങൾക്കായുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പരിക്കേറ്റ ആളുകൾക്കുള്ള ധനസഹായം, പരിക്കേറ്റവർക്കുള്ള ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് അനുകൂലമായ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാടുകളുമായി സർക്കാർ മുന്നോട്ട് പോകണം എന്ന കാര്യം കൂടിയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെടുന്നത്. അജിംഷാദ്.